സ്വാതന്ത്ര്യത്തിലേക്ക് നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നു. സ്വാതന്ത്ര്യത്തിനായി വിളിക്കപ്പെട്ടിരിക്കുന്നു. ഈ ഏഷ്യയിലെയും ലോകത്തിലെയും മറ്റേ പല ഭൂഖണ്ഡങ്ങളിലെയും ആളുകൾക്ക് ആ വിളി ലഭിച്ചിട്ടുണ്ട്. പക്ഷെ ആ വിളിയോട് പ്രതികരിക്കാൻ കഴിയാത്തത് കൊണ്ട് അവർക്ക് ഇന്നും സ്വാതന്ത്ര്യം ലഭിച്ചിട്ടില്ല. ഇന്ത്യക്കാരെ സംബന്ധിച്ചോളം അവർക്ക് പല ഘട്ടങ്ങളിൽ സ്വാതന്ത്ര്യത്തിലേക്ക് വിളി ലഭിച്ചിരുന്നു. ഉദാഹരണത്തിന് 1757 സ്വാതന്ത്ര്യത്തിനുള്ളൊക്കെ വിളി ഇന്ത്യക്കാർ സശ്രദ്ധം കേട്ടത്. അന്ന് 1757 ഝാൻസിയിലെ റാണി ലക്ഷ്മി ഭായിയും താന്തിയ തോപ്പിയും ആ വിളി കേട്ടു. അവരുടെ ഒപ്പമുള്ളവരെല്ലാം ആ വിളി കേട്ടു. അതുകൊണ്ട് അവർ അതിനോട് പ്രതികരിച്ചു, ആ വിളിയോട് പ്രതികരിച്ചു. ശിപായി ലഹള എന്നൊക്കെ പറഞ്ഞ് ബ്രിട്ടീഷുകാർ 1757 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ ആക്ഷേപിക്കാൻ ശ്രമിച്ചെങ്കിലും നമ്മളെ സംബന്ധിച്ചുള്ള സ്വാതന്ത്ര്യത്തിലേക്കുള്ള ഒരു വലിയ വിളിയായിരുന്നു അത്. സ്വാതന്ത്ര്യത്തിലേക്കുള്ള ഒരു വലിയ ക്ഷണമായിരുന്നു അത്. അതിനോട് നമ്മുടെ കുറെ ആളുകൾ പ്രതികരിച്ചു. പൂർണ്ണമായി അത് വിജയിച്ചോ എന്ന് ചോദിച്ചാൽ വിജയമല്ല ഇവിടെ പ്രശ്നം. ആ വിളിയോട് പ്രതികരിക്കാൻ കഴിഞ്ഞു. അതിന്റെ പ്രതിധ്വനി പിന്നീടുണ്ടായി. അപ്പൊ സ്വാതന്ത്ര്യത്തിലേക്കുള്ള വിളി നമുക്ക് പണ്ട് തന്നെ ലഭിച്ചിരുന്നു 1757 മുതൽ. പിന്നീട് പലരും ആ വിളി കേട്ടു. ഝാൻസി റാണി കേട്ട ആ വിളി പലരും കേട്ടു. ഭഗത് സിംഗ് അങ്ങനെ ആ വിളി കേട്ട ആളാണ്. അദ്ദേഹത്തിന്റെ രീതിയിൽ അദ്ദേഹം പ്രതികരിക്കുകയും ചെയ്തു. ബാലഗംഗാധര തിലകൻ സ്വാതന്ത്ര്യത്തിലേക്കുള്ള വിളി കേട്ട ആളാ. അദ്ദേഹം പ്രഖ്യാപിച്ചില്ലേ, സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ്, ആദ്യം ഞാൻ നേടുകയും ചെയ്യും എന്ന് ആ വിളിയോട് പ്രതികരിച്ചു. ഗോപാലകൃഷ്ണ ഗോഖലെ സ്വാതന്ത്ര്യത്തിലേക്കുള്ള വിളി കേട്ടയാളാണ്. അപ്പൊ ഈ ഇൻവിറ്റേഷൻ വളരെ പ്രധാനമാണ്. ഈ ക്ഷണം, സ്വാതന്ത്ര്യത്തിലേക്കുള്ള ആ ഇൻവിറ്റേഷൻ പലരും കേട്ടത് കൊണ്ടാണ് അതിൻ്റെ കനല് ഇങ്ങനെ കെട്ടടങ്ങിയെങ്കിലും കനല് കെട്ടുപോകാതെ സൂക്ഷിച്ച് അത് മുന്നോട്ട് പോയത്. ഇവർ പ്രതികരിച്ചു. അതൊക്കെ നാം ഓർക്കേണ്ട സന്ദർഭമാണിത്. ഗാന്ധിജി, നെഹ്റു, സർദാർ വല്ലഭായ് പട്ടേൽ, സരോജിനി നായിഡു, രവീന്ദ്രനാഥ് ടാഗോർ, ഒരു വലിയ ശൃംഖല തന്നെയുണ്ട് ഈ വിളി കേട്ടവരുടെ, സ്വാതന്ത്ര്യത്തിലേക്കുള്ള വിളി കേട്ടവരുടെ ഒരു വലിയ വലിയ ലിസ്റ്റ് നമുക്ക് എടുക്കാം. 1942 ആ വിളി ഗാന്ധിയെ സംബന്ധിച്ച് ആ വിളിയെ പ്രതിരോധിക്കാൻ കഴിഞ്ഞില്ല. അപ്രതിരോധ്യമായ വിളിയായിരുന്നു, ഇറസിസ്റ്റബിൾ. ആ വിളിയുടെ ഉത്തേജനത്തിൽ, ആവേശത്തിൽ അദ്ദേഹം ബ്രിട്ടീഷുകാരോട് ആജ്ഞാപിച്ചു 1942 ക്വിറ്റ് ഇന്ത്യ വിട്ടുപോകുക. നോക്കൂ, സൂര്യനെ സ്തംഭിക്കാത്ത സാമ്രാജ്യത്തോടെ ഒരു മെലിഞ്ഞ മനുഷ്യൻ, ആളിൽ കുറുകിയ ഒരു മനുഷ്യൻ ആജ്ഞാപിക്കുകയാണ് ഇന്ത്യ വിട്ടുപോകുക. സ്വാതന്ത്ര്യത്തിന്റെ വിളി കേൾക്കുകയാണ്, അതിന്റെ പ്രതികരണം വരികയാണ്. ഉജ്ജ്വലമായ ഒരു പ്രതികരണമായിരുന്നത്, ഇന്ത്യ വിട്ടുപോകുക. അദ്ദേഹം ജനങ്ങളോട് പറഞ്ഞു, ഈ ബ്രിട്ടീഷുകാരനെ നമുക്ക് ബഹിഷ്കരിക്കണം, ഫോറിൻ ഗുഡ്സ് മുഴുവൻ ബഹിഷ്കരിക്കണം, വിദേശ സാധനങ്ങൾ മുഴുവൻ ബഹിഷ്കരിക്കണം, നമുക്ക് നമ്മുടേതായിട്ടുള്ള വസ്തുക്കളൊക്കെ ഉണ്ടാക്കണം, തദ്ദേശീയമായ ഉൽപാദനം നമുക്ക് വർദ്ധിപ്പിച്ച് നമ്മുടെ സെൽഫ് റിലയൻസ്, സ്വാശ്രയത്വത്തിലൂടെ നമുക്ക് ബ്രിട്ടീഷ് സാധനങ്ങളെ ബഹിഷ്കരിച്ച് അവനെ ഒറ്റപ്പെടുത്താം. അദ്ദേഹത്തിന് സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ്, സത്യഗ്രഹ, ലോകത്തിന് കൊടുത്തൊരു വലിയ വാക്കാണ് സത്യഗ്രഹം.
ഒരു പുതിയ സമ്പ്രദായം വികസിപ്പിച്ചെടുക്കുവാൻ, സ്വാതന്ത്ര്യത്തിലേക്ക് ഒരു സമ്പ്രദായം വികസിച്ചെടുക്കാൻ ഗാന്ധിക്ക് കഴിഞ്ഞു. അത് സൗത്ത് ആഫ്രിക്കയിൽ പരീക്ഷിച്ചതിന് ശേഷമാണ് ഇന്ത്യയിലേക്ക് വന്നത്. 1947 ഓഗസ്റ്റ് 14 പാതിരാത്രിയിൽ സ്വാതന്ത്ര്യത്തിന്റെ വിളി രാഷ്ട്രം മുഴുവനായി ഏറ്റുവാങ്ങി. അവിടെ കേൾക്കുകയല്ല, ആ വിളിയുടെ ഇഫക്റ്റ് ഏറ്റുവാങ്ങി. സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യം നിഷ്പ്രഭമായി പോയി. 80ാമത്തെ വാർഷികമാണ്, സ്വാതന്ത്ര്യത്തിന്റെ 80ാമത്തെ വാർഷികമാണ് ഇന്ന് നാം ആഘോഷിക്കുന്നത്. 80ാമത്തെ വാർഷികം. അപ്പൊ ഇതൊക്കെ ഒന്ന് പുറകോട്ട് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. ചരിത്രം ഒരു ഇതിഹാസമാണ്. ഇന്ത്യ ചരിത്രം ഒരു ഇതിഹാസമാണ്. സ്വാതന്ത്ര്യത്തിന് ശേഷം 47 ശേഷം കഴിഞ്ഞ 80 വർഷത്തെ കഥയാണ് ഞാൻ ഈ പറയുന്നത്. പുരോഗതിയുടെ പാത വെട്ടിത്തെളിച്ചുകൊണ്ട് നാം ഇത്രത്തോളം എത്തി. ഇന്ന് ലോകത്തിലെ അവഗണിക്കാനാവാത്ത ഒരു ശക്തിയായി നാം വളർന്നു കഴിഞ്ഞു. അധികം താമസിയാതെ ഒരു 5 ട്രില്യൺ ഇക്കോണമിയുടെ ഉടമയാകും നമ്മൾ. ലോകത്തിലേക്ക് ഏറ്റവും വലിയ മനുഷ്യ സമ്പത്ത് നമ്മുടേതാകും. ഇപ്പോൾ തന്നെ ലോകത്തെ ഏറ്റവും കൂടുതൽ ജനസംഖ്യ നമ്മുടേതാണ്. ചൈനയെ ഇക്കാര്യത്തിൽ നമ്മൾ പുറകിലാക്കി. എന്താ ജനസംഖ്യയുടെ പ്രാധാന്യം? മനുഷ്യ സമ്പത്താണ് ഏറ്റവും വലിയ സമ്പത്ത്. ശേഷിയാണ് ഏറ്റവും വലിയ സമ്പത്ത്. നമ്മുടെ മനുഷ്യശേഷിയുടെ പ്രത്യേകത യുവത്വമാണ്. അതിൻ്റെ ഭൂരിപക്ഷവും യുവാക്കളാണ്. ഏതാണ്ട് 45 വയസ്സിന് താഴെ നിൽക്കുന്ന ആളുകളാണ് ബഹുഭൂരിപക്ഷവും. എന്നുള്ളത് കൊണ്ട് ഭാവിയിൽ ഇന്ത്യൻ ഇക്കോണമിക്ക് വലിയ സാധ്യതയുണ്ട്. മനുഷ്യ ശേഷി ഉപയോഗിക്കുവാൻ നമുക്ക് കഴിയും എന്നുള്ളതാണ് ഈ നമ്മുടെ സമ്പത്തിന്റെ പ്രത്യേകത. നമ്മളിങ്ങനെ മുന്നോട്ട് പോവുകയാണ്. സ്വാതന്ത്ര്യത്തിന്റെ വിളിയോട് നമ്മൾ പ്രതികരിച്ചുകൊണ്ടേയിരിക്കണം. അതൊരു നിരന്തര പ്രക്രിയയാണ്. ഇവിടെയാണ് നമുക്ക് തെറ്റുപറ്റാൻ പാടില്ലാത്തത്. തെറ്റുപറ്റാൻ പാടില്ല. ഒരിക്കൽ സ്വാതന്ത്ര്യം കിട്ടിയാൽ സ്വാതന്ത്ര്യമായെന്ന് ധരിക്കുന്നവരാണ് ഇന്ത്യക്കാർ. അതാ കുഴപ്പം. നിരന്തരമായ ഒരു പ്രക്രിയയാണ് സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള വാഞ്ചയും അതിനോടുള്ള പ്രതികരണവും. ഇപ്പൊ ജന്തർ മന്തർ ഒരു മന്ത്രമായിരുന്നു, ഒരു വലിയ മന്ത്രമായിരുന്നു. അതൊരു പ്രതീകമായിരുന്നു. കോക്രോച്ചസ് ഒക്കെ എന്ന് പറഞ്ഞ് നമ്മൾ വിളിച്ച് ആക്ഷേപിച്ച പാറ്റാക്കൂട്ടങ്ങൾ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വിളിച്ച് ആക്ഷേപിച്ചു കൊണ്ടിരുന്ന ആളുകൾ അവർ തനിനിറം കാണിക്കുകയായിരുന്നു ജന്തർ മന്തറിൽ. അവർക്ക് ഡിജിറ്റലായിട്ട് ആളുകളെ ഓർഗനൈസ് ചെയ്യാൻ കഴിഞ്ഞു. അഭിജിത് ദീപ്കെ എന്ന് പറയുന്ന ഒരു നേതാവിന്റെ ഉദയം നമ്മൾ കണ്ടു. അത് ഡൽഹിയിലും ആഗ്നയിലും ഒക്കെ അതിന്റെ പ്രതിധ്വനികൾ ഉണ്ടായി. അവസാനം ഭരണകൂടത്തിന് മുട്ടുകുത്തേണ്ടി വന്നു അവരുടെ ഡിമാൻഡുകൾക്ക് മുമ്പിൽ. അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത് എന്താ? ഒരു പരീക്ഷ പോലും ശരിയായി നടത്തുവാൻ കഴിയാത്ത ഒരു ഗവൺമെന്റ് എന്നുള്ള ദുഷ്പേര് ഈ ഗവൺമെന്റ് വാങ്ങിക്കൂട്ടിയത് ഇവർ ഇത് തുറന്നു കാണിക്കുമ്പോഴാണ്, ഈ പാറ്റകൾ തുറന്നു കാണിക്കുമ്പോഴാണ്. ഒരു പരീക്ഷ പോലും വേണ്ട രീതിയിൽ നടത്താൻ കഴിയാത്ത രീതിയിൽ നമ്മുടെ സ്വാതന്ത്ര്യത്തിന്റെ അവസ്ഥ വന്നിരിക്കുന്നു. അതുകൊണ്ട് വ്യവസ്ഥാപിതമായ രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഇവരുടെ മുമ്പിൽ ഇന്ന് പകച്ചു നിൽക്കുകയാണ്. ഈ പാറ്റാക്കൂട്ടങ്ങളുടെ മുമ്പിൽ വ്യവസ്ഥാപിതമായ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും, ഒരാളെ കുറിച്ചല്ല ഞാൻ ഈ പറയുന്നത്, മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളൊക്കെ ലജ്ജിച്ച് തല താഴ്ത്തണം. ഞാനും മുതലേ അമ്മാവനും എന്ന് പറയുന്ന പോലെ അവരുടെ കൂടെ പോയി ചെയ്തത് നല്ല കാര്യമാണ്. ആ എനർജിക്ക് ഒരു ആക്കം കൂട്ടാം. പക്ഷെ അതുകൊണ്ടൊന്നും പ്രശ്നത്തിന്റെ ഗൗരവം കുറയുന്നില്ല. ഈ നാളുകളിൽ പ്രതികരിക്കേണ്ടതുപോലെ പ്രതികരിക്കാൻ കഴിയാതെ പോയത് കൊണ്ടാണ് യുവാക്കൾ ജെൻസി ആ ചുമതല ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോയത്. അപ്പൊ ഈ പാർട്ടികൾ നമുക്ക് കാണിച്ചു തന്നു എന്തേ? സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ ഒരു നിരന്തര പ്രക്രിയയുടെ ഫലമാണ്, നിരന്തരമായ പോരാട്ടത്തിന്റെ ഫലമാണ് സ്വാതന്ത്ര്യം. എവിടെയാണോ നമ്മുടെ ജാഗ്രത നഷ്ടപ്പെടുന്നത്,
എവിടെയാണോ നിരന്തരമായ നമ്മുടെ ആ ജാഗ്രത നഷ്ടപ്പെടുന്നത്, അവിടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുകയാണ്. സൂര്യകാന്ത് എന്ന് പറയുന്ന സുപ്രീം കോടതി ജഡ്ജി പോലും ഇപ്പോൾ പ്ലേറ്റ് മാറ്റി തിരുത്തിരിക്കുകയാണ്. ആ കുട്ടികളെ കൊണ്ട് എന്തെല്ലാം ദ്രോഹങ്ങൾ ചെയ്ത് നോക്കി അവരെ തകർത്തി കളയാൻ. പെല്ലറ്റുകൾ അവരുടെ ശരീരത്തിലേക്ക് തുളച്ചു കയറിയില്ലേ, ടിയർ ഗ്യാസുകൾ പൊട്ടിച്ചില്ലേ, ലാത്തിയടി ഏറ്റുവാങ്ങിയില്ലേ. ഇതാണോ സ്വാതന്ത്ര്യം? പ്രതിഷേധിക്കാനുള്ള സ്വാതന്ത്ര്യം ഇല്ലെങ്കിൽ എന്ത് സ്വാതന്ത്ര്യം? അത് രാഷ്ട്രം ഉറക്കെ ചിന്തിക്കുകയാണ്. നിരന്തരമായൊരു പ്രക്രിയ നമ്മുടെ സ്വാതന്ത്ര്യം നിലനിർത്താൻ വേണ്ടി ഉണ്ടാകേണ്ടിയിരിക്കുന്നു. സ്വാതന്ത്ര്യത്തിന്റെ വിളി എന്ന് പറഞ്ഞാൽ നിരന്തരമായ പ്രക്രിയയാണ്. ഈ 80-ാം വർഷം നാം അത് ഓർക്കണം. അല്ലെങ്കിൽ നമ്മുടെ ജനാധിപത്യം ജീർണിച്ചു പോകും. ജീർണിച്ചാൽ പിന്നെ കാശിനുള്ളതല്ല. സത്യം നിങ്ങളെ സ്വതന്ത്രരാകും. സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോഴേ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. ട്രൂത്ത് ഷാൽ മേക്ക് യു ഫ്രീ എന്നുള്ള പ്രസിദ്ധമായ ചൊല്ലാണ്. എന്താണ് അതിന്റെ അർത്ഥം? അസത്യം നമ്മളെ അടിമകളാക്കുമെന്നാണ്. അസത്യം നമ്മളെ അടിമകളാക്കും. സത്യത്തിന്റെ പടവാളേറ്റുന്നവരായിരിക്കണം നമ്മുടെ ജെൻസി. മഹാത്മാഗാന്ധി തന്റെ ആത്മകഥ എഴുതിയപ്പോൾ അതിന് കൊടുത്ത പേര് തന്നെ എന്താ? എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ, മൈ എക്സ്പെരിമെന്റ്സ് വിത്ത് ട്രൂത്ത്. ജീവിതം തന്നെ ഒരു സത്യാനന്തര പരീക്ഷണം, സത്യത്തിന് വേണ്ടിയുള്ള പരീക്ഷണമാണ്. സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും എന്ന ചൊല്ലിന്റെ അർത്ഥം അസത്യം നമ്മളെ അടിമകളാക്കുമെന്നാണ്. ഈ അസത്യം നമ്മളെ അടിമകളാക്കുന്നതെന്ന് നമ്മൾ പരിശോധിച്ച് നോക്കണ്ടേ. എന്താണ് ഈ സത്യാനന്തര ലോകം എന്ന് പറയുന്നാൽ? പോസ്റ്റ് ട്രൂത്ത് വേൾഡ് എന്ന് പറഞ്ഞാൽ എന്താ? പകുതി സത്യവും പകുതി കള്ളവും എന്ന് പറഞ്ഞാൽ സത്യമല്ലാത്ത സത്യം കൊണ്ട് നടക്കുക. നമ്മൾ അടിമകളാകാൻ വേറെ കാര്യമൊന്നും വേണ്ട. അടിമകളാകാൻ വേറെ കാര്യമൊന്നും വേണ്ട. നമ്മൾ ജീവിക്കുന്ന കാലഘട്ടം നമ്മളെ അടിമകളാക്കും. അതുകൊണ്ട് നമ്മുടെ പ്രതികരണങ്ങൾ നിരന്തരമായിരിക്കണം. നമ്മുടെ പ്രതികരണം നിരന്തരമായിരിക്കണം. അത് ഈ കാലഘട്ടം ആവശ്യപ്പെടുകയാണ്. സ്വാതന്ത്ര്യത്തിലേക്കുള്ള വിളി അത് തുടർച്ചയായ പ്രതികരണങ്ങൾക്ക് വിധേയപ്പെടണം.